വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. നമ്മൾ നോർമലി കണ്ടേക്കുന്നത് ഓരോ ബ്രാൻഡും അവരുടെ പുതിയ ബൈക്കുകൾ ഷോക്കേസ് ചെയ്യും ലോഞ്ച് ചെയ്യുന്നതൊക്കെയാണ്. എന്നാൽ ടി വി എസ് അവരുടെ പുതിയൊരു എഞ്ചിൻ ലോഞ്ച് ചെയ്തൊക്കെയാണ്. ടി വി എസ് പുതിയൊരു ADU ബൈക്ക് കൊണ്ടുവരാൻ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടിയാണ് സ്പെഷ്യലി ഈ ഒരു പുതിയ എഞ്ചിൻ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പുതിയ എഞ്ചിൻ വരികയാണെങ്കിൽ നമ്മുടെ RR310ലും RTR 310ലൊക്കെ കാണുന്നത് ഈ ഒരു എഞ്ചിൻ ആയിരിക്കും. ആ പഴയ BMW 310 എഞ്ചിൻ റീപ്ലേസ് ചെയ്തിട്ട് അവർ ഈ പുതിയ എഞ്ചിൻ ആ വണ്ടികളിൽ വയ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ എഞ്ചിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ RTX D4 എന്നാണ് ഇതിൻ്റെ പേര് വന്നേക്കുന്നത്. ഇതൊരു 4 വാൽവ് DOHC 299cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഈ എഞ്ചിനിൽ അവർ ഒരുപാട് പുതിയ ടെക്നോളജി കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് കൂളിങ്ങിന് നല്ലപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ എഞ്ചിൻ അവർ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് നല്ലപോലെ തന്നെ കൂളായിട്ടുള്ള എഞ്ചിൻ ആയിരിക്കും ഇത്. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഒട്ടും ഉണ്ടാകത്തില്ലെന്ന് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് 2 ഓയിൽ പമ്പുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് കൂളിങ്ങിലും എഫിഷ്യൻസി ഉണ്ടാകും. അതേപോലെ തന്നെ ഈ എഞ്ചിൻ്റെ ഓയിൽ പ്രഷറിലും നല്ലപോലെ തന്നെ കുറവുണ്ടായിരിക്കുമെന്നാണ് TVS പറയുന്നത്. പിന്നെ ഈ ഒരു എഞ്ചിൻ റൈഡ് ബൈ വയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് പവർ മോഡുകളും മോഡിഫിക്കേഷനൊക്കെ ഈ എഞ്ചിനിൽ വരുത്തുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നല്ലപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ടോർക്ക് വരുന്നൊരു എഞ്ചിൻ ആയിരിക്കും ഇത്. കാരണം പുതിയ ADUവിൽ വയ്ക്കാൻ വേണ്ടിയുള്ള എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ ഫ്ലാറ്റ് ടോർക്ക് വരുന്നൊരു എഞ്ചിൻ ആയിരിക്കും ഇതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് അതിനെ കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ സ്ലിപ്പർ കച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമലിയുള്ള ആ ഒരു BMW എഞ്ചിനുണ്ട്. അതിനത്ര തന്നെ ഏകദേശം പവറും ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പവറിലൊന്നും ഒട്ടും പിശുക്ക് തരം അവർ വരുത്തിയിട്ടില്ല. പിന്നെ പുതിയൊരു ADU വരുമ്പം ഈ ഒരു എഞ്ചിൻ വെക്കുന്ന സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വില അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു 300cc കാറ്റഗറിയിൽ വരുന്ന ഒരു ADU ബൈക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വില കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു എക്സ്പൾസിൻ്റെയും ഹിമാലയൻ്റെയും ഇടയ്ക്കായിട്ടൊരു വണ്ടി കൊണ്ടുവരാം. പിന്നെ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി കാണും. പിന്നെ 300cc ആയതുകൊണ്ട് തന്നെ നല്ല പവറും കിട്ടുന്നതായിരിക്കും. അങ്ങനെ പവറിലും ഫ്യൂൽ എഫിഷ്യൻസിയിലും വിലയിലും എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ഈ ഒരു 300cc എഞ്ചിൻ തന്നെ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. പലർക്കും സംശയം കാണും, ഇപ്പം നോർമലി 400-450cc എഞ്ചിനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ TVS എന്തായാലും ഒരു 300cc ഉണ്ടാക്കുന്ന സംശയം കാണും. അപ്പം ഇങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ 300cc എഞ്ചിൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ഈ എഞ്ചിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 35 PS പവർ 9000 RPMലും അതേപോലെ തന്നെ 28.5 Nm ടോർക്ക് 7000 RPMലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ BMW എഞ്ചിനുണ്ട്, ഓൾറെഡി ഉള്ളൊരു എഞ്ചിനുണ്ട്. ആ എഞ്ചിനും ഏകദേശം ഈ ഒരു പവർ ഫിഗേഴ്സ് തന്നെ കൊടുക്കുന്നത്. അപ്പം അതിനോട് കടപിടിക്കുന്ന തരത്തിൽ BMW എഞ്ചിനോട് കടപിടിക്കുന്ന തരത്തിൽ ഒരു എഞ്ചിനാണ് നമ്മുടെ TVS ഇപ്പം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് വെച്ച് നമുക്ക് ആദ്യമേ കാണാൻ കഴിയുന്നത് TVSൻ്റെ ഏറ്റവും പുതിയ ADU ബൈക്ക് തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് ഈ ഒരു എഞ്ചിൻ അവർ ആ ഒരു RTR 310ലും RR 310ലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. TVS തന്നെ നിർമ്മിച്ച എഞ്ചിനായതുകൊണ്ട് തന്നെ ഇതിന് വിലയും കുറച്ചുകൂടെ കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ നല്ലപോലെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയാണ് ഈ എഞ്ചിൻ കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് ഹീറ്റിങ്ങിലും മെക്കാനിക്കായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട്. നല്ലപോലെ ഫ്യൂൽ എഫിഷ്യൻസിയും നല്ല റിലയബിലിറ്റി ഉള്ള എഞ്ചിനാണെന്നും അവർ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.